എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു വ്ളോഗ് വീഡിയോ ആണ്. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗ് വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പോരായ്മകളുണ്ടാവും, ക്ഷമിക്കുക. ഇങ്ങനെയൊക്കെ പറയുന്നിട്ടായിരിക്കും കാണാനൊക്കെ ഒരുപാട് പേരുണ്ടാവും, എന്നാലും അത് സുഖമാണ്. ഇനി എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ഇതിപ്പോൾ നമ്മൾ പോകുന്നത് ഇവിടെ അടുത്തുള്ളൊരു കുളത്തിലേക്കാണ്. ഇരട്ടക്കുളം എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അങ്ങനെ ഇരട്ടക്കുളം എന്ന് വിളിക്കാൻ അതിനൊരു പ്രത്യേകത ഉണ്ട്. അതെന്താണ് നമ്മൾ അവിടെ എത്തിയിട്ട് പറയും. ഒപ്പം അതുപോലെ ഇവിടെ അടുത്തുള്ള കുറച്ച് വയലും അതുപോലത്തെ കാഴ്ചകളൊക്കെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് വ്ളോഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പോരായ്മകളുണ്ടാവും, ക്ഷമിക്കാം. ഓക്കെ, ഇതിപ്പോൾ വെയിലായതുകൊണ്ട് തന്നെ ഒരുപാട് വെളിച്ചടിച്ച് വീഡിയോനൊരിതുണ്ടാവും. ഇതാണ് നമ്മുടെ ഇവിടുത്തെ വയൽ. ഇപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, ഫസ്റ്റ് വ്ളോഗ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണിക്കുകയാണ്. പിന്നെ കുളത്തിൻ്റെ വീഡിയോ നമുക്ക് തുടർന്ന് നമ്മൾ കുറച്ചിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് പറയും അതിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത്. അപ്പോൾ കുളത്തിൻ്റെ അടുത്തുനിന്ന് നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കാണാം. ഓക്കെ, ഇതിപ്പോൾ ഇനി നമ്മൾ നേരെ ആ ഒരു കുളത്തിലേക്ക് പോവുകയാണ്. ഇവിടെ നിന്ന് ഏകദേശം കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ നമ്മൾ നടക്കുന്ന അങ്ങനെ ഷൂട്ട് ചെയ്യുന്നില്ല, കാരണം നടന്നു പോകുന്നതുകൊണ്ട് ഷൂട്ട് ചെയ്യുമ്പോൾ അത്ര ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ക്ലിക്ക് മാത്രം നമ്മളിങ്ങനെ ഇവിടെ നിന്ന് പോകുന്ന ഈ ഒരു ഷോട്ട് മാത്രമാണ് ഇവിടെ വെക്കുന്നുള്ളൂ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഇരട്ടക്കുളത്തിലെത്തിയിട്ട് ഇതിപ്പോൾ ഇതാണ് നമ്മുടെ ഇരട്ടക്കുളം എന്ന് പറയുന്ന ഒരു കുളം. നമ്മുടെ നാടിനടുത്തുള്ള ഒരു കുളമാണ്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഇത് വലിയ വലുതും അങ്ങനത്തെ ഇതൊന്നുമില്ല, പക്ഷെ ഒരു പ്രത്യേകത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. സംഭവം വെച്ചാൽ ആ ഒരു മൂലക്കലായിട്ട് ഞങ്ങളിപ്പോൾ ഒരു എയറോ മാർക്ക് കാണുന്നുണ്ടാവും. ആ ഒരു മൂലക്കലായിട്ടൊരു കിണറുണ്ട്. അതുകൊണ്ടാണ് ഇതിന് ഇരട്ടക്കുളം എന്ന് പേര് വരാൻ വേണ്ടിയിട്ട് കാരണം ഉണ്ടായത്. അതായത് ഈ ഒരു കുളവും അതിനടിയിലൊരു കിണറുമാണ്. അപ്പോൾ കിണറിപ്പം മൂടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്, ഇതൊക്കെ വറ്റിച്ചിട്ട് മൂടി എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ അവിടെ നമുക്ക് കുറച്ച് കയറൊക്കെ കിട്ടി, അത് വയ്യാണ്. അതുപോലെ നമ്മൾ നേരത്തെ ഒരു വയലിലെ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു. ആ വയലിൻ്റെ തുടർച്ചയായിട്ട് ഈ കുളത്തിന് ബേക്കിലായിട്ട് വരുന്നതാണിത്. അപ്പോൾ ഇവിടെ നിന്നൊക്കെയുള്ള വീഡിയോസ് നമുക്ക് ഇനിയും നമ്മൾ അതിലൂടെ പോകുന്ന വീഡിയോസൊക്കെ വരുന്നുണ്ട് ഇതിന്. അപ്പോൾ നമ്മളിവിടെ അടുത്തുള്ള വെള്ളത്തിൽ കഴിഞ്ഞപ്പോൾ പാൻ്റൊക്കെ അപ്പാണ് നനഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇതിവിടെ കാട് വെട്ടുന്ന ഒരാളുണ്ടായിരുന്നു, അങ്ങനെ വെട്ടിയിട്ടതാണ് ഇതൊക്കെ, നിലത്തുള്ളതൊക്കെ. അതുപോലെ ഇതാണ് ആ ഒരു വയൽ. അപ്പോൾ നമ്മൾ വയലിലോട്ട് ഇപ്പോൾ ഇറങ്ങുന്നില്ല, നമ്മൾ നേരത്തെ കുറച്ച് ഇറങ്ങുകയൊക്കെ ചെയ്തതാണ്. ഇപ്പോൾ ഇവിടെ ഫുള്ള് വെള്ളമാണ് ഇറങ്ങാനായിട്ട്. അപ്പോൾ നമ്മളിത് ഈ ഒരു പാലം കടന്നിട്ട് നേരെ പോവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയും വ്ളോഗ് വീഡിയോസൊക്കെ ആയിട്ട് വരണം എന്നുണ്ട്. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഇനിയും ഒരുപാട് സ്ഥലങ്ങളുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇനിയും വ്ളോഗ് വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങളെ സപ്പോർട്ട് ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ഫസ്റ്റ് വ്ളോഗാണ്, അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് വ്ളോഗ് വീഡിയോ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മളിവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണിച്ചാണ്. ഓക്കെ, എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോസിന് ലഭിക്കാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെക്കും ബിഗ് ബൈ.